സ്ഥലം കൊല്ലം ആശ്രാമം നടക്കാവ്. സുന്ദരികളും സുന്ദരന്മാരും റാമ്പിൽ എന്ന പോലെ ഗുൽമോഹറിനെ ബാക്ക്ഡ്രോപ്സ് ആക്കി റെഡ് കാർപ്പറ്റിലൂടെ പൂച്ചകളെപ്പോലെ നടക്കുന്നു. അത് പകർത്താൻ സുഹൃത്തുക്കൾ. ആകാശത്തും ഭൂമിയിലും ഗുൽമോഹർ ചെമ്പട്ടു വിരിച്ചു. കോടികൾ വരെയുള്ള പെർഫ്യൂമുകളെ വെല്ലുന്ന നറുമണം തെക്കൻ കാറ്റിൽ ചിറകു വിടർത്തിയാടി. നാലുകെട്ട് മാതൃകയിൽ ഗുൽമോഹറിന്റെ ഇതളുകൾ പ്രണയപരവശത്തോടെ കാറ്റിൽ മാടി വിളിക്കും പോലെ തോന്നും. ഓർക്കിഡ് പൂവിനെ വെല്ലുന്ന ചുവപ്പിൽ വെള്ള ഷെയ്ഡുകൾ. സുന്ദരികളെ ബെസ്റ്റുകളാക്കാനാണോ ഗുൽമോഹർ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഞങ്ങള് റീലെടുക്കാനായിട്ട് വന്നതാ. അപ്പം ജസ്റ്റ് ഈ പൂവിന്റെ ഭംഗി കണ്ടപ്പോഴത്തേക്ക് നിന്ന് ഫോട്ടോ എടുക്കാന്ന് വെച്ച് വന്നതാ. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഭംഗി കണ്ട് എടുക്കാൻ വന്നു. എടുത്തപ്പം കോസ്റ്റ്യൂം എല്ലാം ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പം റീലെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതിൻ്റെ വഴിക്ക് പൂ കണ്ടപ്പോൾ എടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ട് ഞങ്ങൾ ആശ്രമം വന്നിട്ട് ഇത്രയും പൂ നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇത്രയും കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ട് ഈ പൂ ഇങ്ങനെ കണ്ടിട്ടില്ല. എൻജോയ് ചെയ്തു. പ്രകൃതിക്കും മനുഷ്യർക്കും ഉൾപ്പെടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും തന്നെ ബൊക്കയാക്കി നൽകി വരവേൽക്കുകയാണ് ഗുൽമോഹർ. ഈ സ്നേഹത്തെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയ വഴിയാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. വളരെ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ പൂവിൻ്റെ ഭംഗി അത് എപ്പോഴും കാണാൻ കഴിയില്ല. ഒരു ജൂൺ മാസം തൊട്ട് ഒരു ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു സുഗന്ധവും ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് എല്ലാവരും പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിനും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയൊരു നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അങ്ങ് വരുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത്. എനിക്കത് ഒത്തിരി ഒരു പ്രത്യേക വൈബായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. മനോഹരിത കണ്ടിട്ട് ഭംഗി എന്തോ ഭംഗിയാണ്. കളറും ഗുൽമോഹർ ട്രീ ആണ്. പൂ തന്നെ നല്ല കാണാൻ രസം. അലങ്കാരത്തിനും തണലിനുമായി കിഴക്കൻ ആഫ്രിക്കയിലെ മഡഗാസ്കറിൽ നിന്ന് അലസിപ്പൂ മരമെന്ന ഗുൽമോഹറിനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് 2 നൂറ്റാണ്ടോളം ആയിട്ടുണ്ടാകും. കവിരചനകൾക്കും അപ്പുറമാണ് ഗുൽമോഹറിന്റെ സൗന്ദര്യം. സർഗാത്മകതയും അഭിനിവേശവും ഗുൽമോഹർ എന്റെ പിന്നിലുണ്ട്. അതാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. അത്രമാത്രം കണ്ണിന് കുളിർമ നൽകുന്നതാണ് നമ്മുടെ ഗുൽമോഹറിന്റെ ഈ വസന്തകാലം. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.